ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രം മാറ്റി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് തന്നെ നന്ദും നവീനും കൂടി സംസാരിക്കുകയാണല്ലോ. അപ്പോൾ നവീൻ പറയണ്ട കേട്ടോ, അവൾ അമ്മയുടെ സങ്കല്പത്തിനനുസരിച്ച് കുട്ടിയെന്ന് തോന്നുന്നില്ല, കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ നന്ദു എന്നെ പോലെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിരിച്ചിട്ട് നവീൻ പറയണ്ട ഏതാണ്ടൊക്കെ നന്ദുവിനെ പോലെ തന്നെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നന്ദുവിന് പ്രപ്പോസലൊന്നും വരാറില്ലേ? ഭാഗ്യത്തിന് ഇല്ല എന്ന് പറയാനായിട്ട് നന്ദു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കണോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ എല്ലാ പെൺകുട്ടികളെയും പോലെ വിവാഹത്തോട് അമിതമായി താല്പര്യമൊന്നുമില്ല. ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ഒന്ന് ആലോചിച്ചിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചിരിച്ചപ്പോൾ നവീൻ ചോദിക്കുന്നത്, അതെന്താ ചിരിച്ച് തള്ളിയത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദൂട്ടൻ പറയാണ്, ഇതുവരെ അങ്ങനെ ആരും മനസ്സിനകത്ത് കയറി കൂടിയിട്ടില്ല. പ്രേമവിവാഹത്തോടാണോ നന്ദുവിന് താല്പര്യം എന്ന് ചോദിച്ചാൽ വിവാഹം കഴിക്കാൻ പോണ ആളെ പറ്റി അടുത്തറിയണമെന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ഞാനായിട്ട് പൊരുത്തപ്പെടേണ്ട ആൾ വന്നാലേ ഞാൻ സമ്മതം മൂളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവീൻ ചിരിക്കുന്നുണ്ട്. ഒന്നാമത് ഞാനൊരു രസയ്യ, നവീൻ ചേട്ടൻ്റെ അമ്മയെ പോലെ ചിന്തിക്കുന്നവരിന്ന് ഒരുപാടാ. നമ്മളൊക്കെ പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും പെണ്ണിന് തൻ്റെ ഇടം വേണമെന്ന് പലരൊക്കെ പ്രസംഗിക്കുമ്പോഴും അങ്ങനെ തൻ്റെ ഇടമുള്ള പെൺകുട്ടികളെ വീട്ടിനകത്ത് കയറ്റാൻ മടിയുള്ളവർ ഈ പറയണ ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾ തന്നെയാണ്. അപ്പം നവീൻ ചിരിച്ചിട്ട് പറയണ്ട കേട്ടോ, അതിന് ഏറ്റവും നല്ല ഉദാഹരണം എൻ്റെ അമ്മയാണ്. അതിന് ഞാനും പറഞ്ഞത്. മറ്റേ പ്രതിനെയും കൊണ്ടിട്ട് കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട് കേട്ടോ. വന്നല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ കാണിച്ചത് വളരെ മോശമായി പോയി. പിന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നവീൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ട് വിട്ടേക്കുക, സൈൻ ചെയ്തിട്ട് പൊക്കോ. അയാൾ സൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നന്നിട്ടും പറയുന്നുണ്ട്, പിന്നെ ആക്സിഡൻറ്റ് പറ്റ ആളുടെ ബന്ധുക്കളൊക്കെ നല്ല സ്ട്രോങ്ങാ, പുറത്ത് പോകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോ. അയാൾ ശരി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവീൻ പറയുന്നത്, എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ. ശരി ചേട്ടാ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അയാളെയും വിളിച്ചിട്ട് നമ്മുടെ നവീൻ പോയി. ഈ സമയം നവ്യ ആരെയും വിളിച്ചിട്ട് കിട്ടാതെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അനന്തപുരിയിൽ. അപ്പോൾ ആ സമയത്ത് ജലജ വന്നിട്ടുണ്ടേ. എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, അടുത്ത പാര വയ്ക്കണമല്ലോ. എന്നിട്ട് പറയുന്നുണ്ട്, നവ്യേ ഇളയമ്മായി കാലും മാറിയല്ലോ. അപ്പം നവ്യ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കട്ടെ കേട്ടോ. അപ്പോൾ പറയുന്നത്, അവളുടെ മരുമകൾ തരികടയെന്ന് അറിഞ്ഞോട് കൂടിയിട്ടേ അവളിതേ മൂത്തമ്മയുടെ കൂടി അതുകൊണ്ടേ ഇവിടെ ഇപ്പോൾ രണ്ടടുപ്പല്ല പോയണത്, ഒരടുപ്പാ. അപ്പം നവ്യോട് ചാടി എഞ്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് വേണ്ട അവരുണ്ടാക്കണതൊന്നും. അത്യാവശ്യം എനിക്ക് പരിയാനും പിടിക്കാനൊക്കെ അറിയാം. ഇതേ ടേസ്റ്റ് പറഞ്ഞാലും അമ്മ ഉണ്ടാക്കണ ഭക്ഷണം മതി എനിക്ക്. ഈ വീടിനകത്തെ 2 ചേരിയാ, പിന്നെന്തിനാ അടുപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്നാക്കണത്. അപ്പം ജലജ പറയുന്നുണ്ട്, എൻ്റെ മോനിപ്പോൾ ജയിലില്ല, എനിക്കിവിടെ യാതൊരു പ്രാധാന്യവും ഇല്ല, എൻ്റെ വാക്കുകൾക്കും പ്രസക്തിയില്ല. അപ്പം നവ്യ, ഇവിടെ 2 അടുപ്പ് എരിഞ്ഞില്ലെങ്കിലേ ഞാൻ പട്ടിണി കൊണ്ട് കിടക്കും. അങ്ങനെ ഞാൻ വിശന്ന് വലിഞ്ഞ് ചാവട്ടെ എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ കരുതണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അപ്പം ജലജ പറയട്ടെ, മോളിപ്പോൾ എൻ്റെ ഒപ്പം വരണം, എന്നിട്ടേ ഇവിടെ മറ്റുള്ളവരുണ്ടാക്കണതൊന്നും മോൾക്ക് വേണ്ടെന്ന് പറയണം. അപ്പം നവ്യ പറയട്ടെ, ഞാനിനി എൻ്റെ ഇഷ്ടത്തിനെ ജീവിക്കാമേ. മുമ്പ് ഞാൻ ഇറക്കം കുറഞ്ഞൊരു ഡ്രസ്സ് വിട്ടുകൊണ്ട് പരസ്യത്തിന് പോയി എന്നും പറഞ്ഞ് ഇവിടെ വലിയ ഭൂകമ്പാണല്ലോ നടന്നിട്ടുണ്ട്. അന്ന് അമ്മയും അബിയൊക്കെ അവർക്കൊപ്പമായിരുന്നു. അപ്പോൾ ജലജ അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, പെൺകുട്ടികൾ ഡ്രസ്സ് ധരിക്കണ്ടേ അവരുടെ ഇഷ്ടത്തിനാണ്, അതിനെ വിലക്കാൻ ആർക്കും അവകാശമില്ല, ഒരു അനന്തമൂർത്തിക്കും. അപ്പോൾ ജലജ പറയുന്നത് കേട്ടോ, നീ നിൻ്റെ ഇഷ്ടത്തിന് നടന്നോ മോളെ, ഇനി പരസ്യത്തിന് പോകണമെങ്കിൽ അതും ആയിക്കോ, ഇവിടെ ആരും ഒന്നും പറയില്ല. അബി ജയിലിലാണ്, ഇനിയിപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവന് ജോലി ഉണ്ടോയെന്ന് പോലും പറയാൻ പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് നിനക്കും അവനും ഇവിടെ ഉള്ളവരുടെ മുമ്പിൽ കൈ നീട്ടണം. അങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ നീയും സ്വന്തം ഒരു വരുമാനം കണ്ടെത്തുന്നത് നല്ലതല്ലേ. കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചിട്ടാ ഞാനതൊന്നും ചിന്തിക്കാഞ്ഞതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഇനി ചിന്തിക്കണം മോളെ, കുഞ്ഞിൻ്റെ കാര്യം നോക്കി ഞാനിവിടെ ഇല്ലേ. നീ ബോൾഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് തന്നെ ഉണ്ട്. നിന്റെ ഭർത്താവിനെ ജയിലിലടച്ചോടാ ഇവിടെ ഉള്ളവർ. ആ ഓർമ്മയിൽ വേണം നീ ഇവിടെ ജീവിക്കാൻ. നിന്റെ അനിയത്തിമാർ പോലും നിന്നോട് സിമ്പതി കാണിച്ചിട്ടില്ല. നന്ദു ഉള്ള ഡ്യൂട്ടി ചെയ്തു, നയനെ പിന്താങ്ങും ചെയ്തു. അതുകൊണ്ട് ഇനി കൂടെപ്പിറപ്പുകളെ സ്നേഹിക്കേണ്ട കാര്യം നിനക്കില്ലേ മോളെ. ഇതൊക്കെ പറഞ്ഞ് ചൂടാക്കിയപ്പോൾ നവ്യ പറയുന്നുണ്ട്, അമ്മ വാ എന്ന് പറഞ്ഞിട്ട് പോയിന്റ് അടുക്കളയിലേക്ക്. പിന്നാലെ പോയിന്റ് ജലജി. അവിടെ ദേവേനെ എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നയനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മായി മരുമോളും കൂടി പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, വാ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോണ്ട്. എന്നിട്ട് വേഗം വന്നിട്ട് ജലജ പറയുന്നുണ്ട്, 2 അടുപ്പ് ഒന്നാക്കണ്ടെന്നാണ് എൻ്റെ മരുമോളുടെ അഭിപ്രായം, അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. അപ്പോൾ നയനെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാ ചേച്ചി ഇങ്ങനെ ഒരു വാശി എന്ന് ചോദിക്കുന്നുണ്ട്. എന്തിനാ നിനക്ക് മനസ്സിലായില്ലേ, എൻ്റെ ഭർത്താവേ ജയിലിലെ ഭക്ഷണം കഴിക്കണത്, നീയെല്ലാം കൂടി അവൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ. ഈ വീടിനകത്ത് ഞാൻ താമസിക്കും, പക്ഷേ ഈ വീട്ടിലുണ്ടാക്കണമെന്ന് എനിക്ക് വേണ്ട. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ, നയൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നീ എന്താ നവ്യ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇവിടെ എനിക്കൊരു കുഞ്ഞുണ്ടല്ലോ അമ്മായി. ചന്തു എന്ന് പറഞ്ഞ കുഞ്ഞ് വന്നു കയറിയതിന് ശേഷം ഇവിടെ എൻ്റെ കുഞ്ഞിന് ആരെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? ഇപ്പം ആരും അതിനൊന്നും തിരിഞ്ഞു നോക്കണ പോലും ഇല്ല. അപ്പം നയനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാനെടുക്കാൻ വരുമ്പോൾ ചേച്ചിയല്ലേ എൻ്റെ കയ്യിൽ തരാത്തേ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒട്ടും തരില്ല. ഒരു ജയിൽപ്പുളുടെ കുഞ്ഞിനെന്തിനാ നിങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ, ഇന്ന് നവ്യന് ഇവിടെ വരുന്ന ദിവസമാണ്, ഉച്ചയുണ്ണ അവനും നമുക്കൊപ്പം ഉണ്ടായിരിക്കും. ആ സമയത്ത് നവ്യെ നിന്റെ വായിന്ന് ഇങ്ങനത്തെ വാക്കുകളൊന്നും വരരുത്. അപ്പം നവ്യക്ക് ഒന്നുകൂടി ദേഷ്യം വന്നു. നവ്യ പറഞ്ഞു, ഞാനെന്തിനാ അവനെ ബഹുമാനിക്കണത്, ഇവിടുത്തെ ഇളയ സന്ധ്യതിനെ അവൻ രക്ഷിച്ചല്ലോ, എൻ്റെ കൂടെ പഠിച്ചവൻ ഞാൻ അവൻ്റെ കാല് പിടിച്ച് താപിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ ആ കേസ് ഏറ്റെടുത്തില്ല. അപ്പം ജലജയുടെ വക ഏറ്റെടുക്കരുതെന്ന് പറയാൻ ആളുകളെപ്പോഴേ എങ്ങനെ ഏറ്റെടുക്കാനാ. അപ്പം നവ്യ പറയണ്ട, അതുകൊണ്ട് തന്നെയാ ഞാൻ 2 അടുപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അതിനെ വിഷം വെച്ചിട്ട് ദേവേനെ നോക്കുന്നുണ്ട് കേട്ടോ. നവ്യ പറയുന്നുണ്ട്, ഇനി അങ്ങനെ തന്നെ പോയാൽ മതി. അപ്പം ദേവേനി പറയുന്നുണ്ട്, നവ്യ നീ ഈ പറയുന്നതിനൊക്കെ വലിയ തിരിച്ചടി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഇതിനേക്കാളും വലിയ തിരിച്ചടി ഇനി എന്താ അമ്മായി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോണത്. എൻ്റെ 2 അനിയത്തിമാരും എന്നും എൻ്റെ ശത്രുക്കളായിരുന്നു. ഞങ്ങൾ വീട്ടിൽ താമസിക്കുന്ന സമയത്തും തമ്മിൽ തല്ലായിരുന്നു.
ഇപ്പോഴും അത് തുടരുക. അപ്പോൾ ജലജയ്ക്ക് ഇങ്ങനെ ചിരി വന്നിട്ട് പോയിട്ട് ആഘോഷിക്കുകയാണ് ജലജ. അപ്പോൾ നവി പറയുന്നുണ്ട്, ഇവള് പറയണതേ അതേപടി അനുസരിക്കുന്ന കൂട്ടത്തിലായിരുന്നു നന്ദു. എന്നിട്ടും ഇവള് പറഞ്ഞില്ല അഭിനെ രക്ഷിക്കണമെന്ന്. അപ്പോൾ നയനെ ചോദിക്കട്ടെ കേട്ടോ, എങ്ങനെ പറയും, അതുപോലെ തെറ്റില്ല അവൻ ചെയ്തേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവി ചോദിക്കുന്നുണ്ട്, അങ്ങനെ തെറ്റ് ചെയ്തവരൊക്കെ ശിക്ഷിക്കുകയാണെങ്കിൽ നിന്റെ ഭർത്താവിനെ ശിക്ഷിക്കണ്ടേ? അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. ദേവേനെ പറയണമെന്ന് മിണ്ടാതിരിക്കുന്ന നവി എന്ന് പറയുന്നുണ്ട്. നിർത്തണമെങ്കിലേ മിണ്ടാതിരിക്കണേ ഇവള് നിർത്തണം, ഇവളും മിണ്ടാതിരിക്കണം. അപ്പോൾ ജലജ പറയുന്നുണ്ട്, മോളെ ഈ തക്കാളി നിന്ന് കഴുകിയെടുത്തേന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് കഴുകാൻ പോയിട്ടുണ്ട് കേട്ടോ. ജലജ അരിയാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നയനോട് പറയുന്നുണ്ട്, മോളെ അവിടെ പോയിരിക്കുമെന്ന് പറയുന്നുണ്ട്. വേണ്ട അമ്മ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. വേണ്ട മോളെ ജാനകിയോട് ഇങ്ങോട്ട് വരാൻ പറ. അപ്പോൾ നയനെ പുറത്തേക്ക് പോയി. അപ്പം ജലജയും മരുമോളും കൂടി ഭയങ്കര അരിയിലും പിടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജലജ വിജയിച്ച ഭാവത്തോട് വന്നിട്ട് അരിയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ നവീൻ്റെ അമ്മ മുത്തച്ഛന് ഓരോ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പെൺകുട്ടി തിരക്കേടില്ല അല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, ഇതിൽ പല പെൺകുട്ടികളും തിരക്കേടില്ല. അപ്പോൾ നമ്മുടെ കുമ്പസ്ത അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അത് കൊച്ചുമോനും കൂടി തോന്നണ്ടേ സാറേ. അപ്പോൾ നവീൻ്റെ അമ്മ പറയണ്ട കേട്ടോ, ഇന്ന് അനന്തപുരിക്കാർ അവന് സദ്യ ഒരുക്കിയിരിക്കുക, അവൻ അങ്ങോട്ടല്ലേ പോണത്. അപ്പോൾ മൂർത്തി വിളിച്ചിട്ട് അച്ഛനൊന്ന് പറ, അവൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പിടിച്ചെടുക്കാൻ. അപ്പോഴേക്കും നവീൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം കുമ്പസ്തൻ പറയുന്നുണ്ട്, അമ്മയും മുത്തച്ഛനും കൂടെ ഒരുപാട് പെണ്ണുങ്ങളെ കാണുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഒരു കുട്ടീനെ കാണാൻ പോലും മോൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് പറ്റിയ പെൺകുട്ടികളൊന്നും അമ്മ ഇതുവരെ എന്നെ കാണിച്ചിട്ടില്ല. അപ്പം അമ്മ കണ്ണുപിടിച്ചിട്ട് പറയുന്നുണ്ട്, ഒരുപാട് പേരെ കാണിച്ചു, പക്ഷെ നീ ഒന്ന് നോക്കാൻ പോലും മെനക്കെടണില്ല. കണ്ണി കണ്ട ആണുങ്ങളുടെ കൂടെ ബൈക്കിൽ ചുറ്റി നടക്കുന്ന പെൺകുട്ടികളൊന്നും ഞാൻ എന്തായാലും ഈ വീട്ടിൽ കയറ്റാൻ പോകണില്ല, അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യം. അപ്പം മുത്തച്ഛൻ ചോദിക്കണ്ടേട്ടോ അമ്മയുടെ അടുത്ത്, നിന്റെ ചെറുപ്പകാലത്തെ നിനക്ക് സൈക്കിളെങ്കിലും മര്യാദയ്ക്ക് ചവിട്ടാൻ അറിയായിരുന്നോ? അപ്പം അമ്മ ചമ്മിയെ നോട്ടം നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തച്ഛൻ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം സൈക്കിളും ബൈക്കൊക്കെ ഓടിക്കാൻ അറിയണവരല്ലേ, പിന്നെ ഇപ്പം എന്താ ബൈക്കിൻ്റെ പുറകിൽ പോയി വെച്ചിട്ട് ഇപ്പം എന്താ കുഴപ്പം? അപ്പം നവീൻ ചോദിക്കുന്നുണ്ടാ, നമുക്കൊരു പോലീസ് ഓഫീസറെയോ അല്ലെങ്കിൽ അഡ്വക്കേറ്റിനെയൊക്കെ ആലോചിച്ചാലോ മുത്തച്ഛ? അപ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മ പറയുന്നത്, ആലോചിക്കുക, പക്ഷേ കല്യാണ സമയത്തേ പയ്യന് അമ്മ ഉണ്ടാവില്ല. കല്യാണ സമയത്ത് മാത്രമല്ല, കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല. അപ്പം നവീൻ്റെ മൂട് പോയിട്ടോ. നവീൻ പറഞ്ഞു, ഇനി സംസാരിച്ചാൽ ശരിയാവില്ല, അവിടെ എല്ലാവരും കാത്തിരിക്കുക മൂർത്തി സാറിൻ്റെ വീട്ടിൽ. അനി ആദർശേട്ടനൊക്കെ പാർട്ടി നടത്തിയതാ, എന്നിട്ടും തൃപ്തിയായില്ല മുത്തച്ഛനും മുത്തശ്ശിക്കും ആദർശേട്ടനും അമ്മയ്ക്കൊക്കെ. എനിക്കൊരു നേരം ഉച്ചഭക്ഷണം തരണമെന്ന് അവിടെ കൂട്ടായിട്ട് എല്ലാവരും കൂടെ തീരുമാനം എടുത്തതാ. മുത്തച്ഛൻ വരുന്നോ? മുത്തച്ഛൻ പറഞ്ഞു, ഇല്ല, നിന്നെ വിളിച്ചതല്ലേ, വിളിക്കാത്ത സാധിക്കും ഞാൻ വരുന്നില്ല. അപ്പോൾ നവീൻ ചിരിച്ച് ചോദിക്കുന്നുണ്ട്, മൂർത്തി സാറിൻ്റെ വീട്ടിലെ മുത്തച്ഛന് പ്രത്യേകിച്ചൊരു ക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഏതായാലും പോയിട്ട് വാ. ശരി എന്ന് പറഞ്ഞിട്ട് നവീൻ പോയിട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അച്ഛാ മൂർത്തി സാറിനൊന്ന് വിളിക്കണേ, അവൻ ഇങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാവില്ല. അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിലൊരു സമന്വയത്തിലെത്താതെ അവൻ്റെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമയം ജലജ മോനെ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഓടി വന്നിട്ട് അഭി ചോദിക്കുന്നുണ്ട്, എന്തായി അമ്മ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇല്ല മോനെ, അവളുടെ ഉള്ളിൽ ചെന്ന മരുന്നിന് കുഞ്ഞിനെ കളയാനുള്ള ഡോസില്ല എന്നിരുന്ന തോന്നണേ. അവൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ഷാഞ്ഞിട്ട് ദേഷ്യം കൊണ്ട് ഒരു ഒറ്റ പിടുത്താട്ട അബിയൻ്റെ മുകളിൽ ദേഷ്യം കൊണ്ട് കിടന്ന് ശബ്ദം ഉണ്ടാക്കി കിതക്കിയാണ് അബി. ജലജടക്കം ഞെട്ടിപ്പോയിട്ടോ. എന്നിട്ട് അബി പറയുന്നുണ്ട്, ഇവിടുന്ന് ഞാൻ പുറത്തിറങ്ങുമ്പോൾ കരയണ നമ്മുടെ ശത്രുക്കളുടെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ, അത് നടന്നില്ലല്ലോ അമ്മേ. അപ്പോൾ ജലജ അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, പക്ഷെ നിന്റെ ഭാര്യ രണ്ടും കൽപ്പിച്ച. ജാനകി മാറിയതോടെ പാചകം ഒരുമിച്ചായിരുന്നല്ലോ, ഇപ്പോൾ വീണ്ടും ഇത് രണ്ടായി. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, എനിക്ക് ജോലിഭാരം കൂടി, കാരണം നിന്റെ ഭാര്യയ്ക്ക് കാര്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയത്തില്ലല്ലോ, അവൾ കൂടി വെച്ച് വിളമ്പേണ്ട അവസ്ഥയാണ് എനിക്ക്, പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കൂടി നോക്കണമല്ലോ. അപ്പം അഭി പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് ഈ പറയുന്നത് ആരും പ്രിയപ്പെട്ടവരല്ലമ്മേ, പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നവ്യെ കൂടെ നിർത്തിയേ പറ്റൂ. അവളെ അവളുടെ അനിയത്തിമാരുമായിട്ട് തെറ്റിപ്പിരിക്കണം, പിന്നീട് അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്താക്കുകയും വേണം. അതൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലും. പക്ഷെ ഇപ്പോൾ അവളെന്നെ പൊന്നെ ചക്കരയെന്നൊക്കെ വിളിക്കേണ്ട ഗതികേടില്ല ഞാൻ. അപ്പം അഭി പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ വേണം, കാര്യം നടക്കണവരെ അങ്ങനെ പോയേ പറ്റൂ അമ്മേ. എന്തോ ആവട്ടെ എന്ന് കരുതി നടക്കുക ഞാൻ. അന്ന് ആ പാമ്പിൻ്റെ പ്ലാൻ വിജയിച്ചിരുന്നെങ്കിൽ നമുക്ക് സന്തോഷിക്കാനുള്ള വകുപ്പായേനെ. നയനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ ജയിലിൽ കിടക്കുന്നതിൻ്റെ വിഷമെങ്കിലും എനിക്ക് ഒഴിഞ്ഞു പോയേനെ. അപ്പോൾ അത് അഭി പറയണ്ട കേട്ടോ, നവ്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശത്രു ആദർശും നന്ദു ആണെങ്കിൽ അനന്തപുരിയിലേക്ക് കയറാനൊരു അവസരം കാത്തിരിക്കുക. കാരണം അത്രത്തോളം അടുപ്പുണ്ട് നന്ദു അനിയും തമ്മിൽ. നവ്യ പക്ഷെ അതിനൊരിക്കലും സമ്മതിക്കില്ല. അവിടെയാണ് അമ്മ അവളുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കേണ്ടത്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തോളാം. അപ്പം ജലജ പറയണ്ട, അത് ഞാൻ ചെയ്തോളാം, എൻ്റെ മോൻ ജയിലിൽ കിടക്കുന്ന കാഴ്ച എനിക്ക് കാണിച്ചു തന്ന എല്ലാവരെയും തകർത്ത് ഞാൻ തരിപ്പണാക്കും. ഇപ്പോൾ ജയിലിൽ കിടക്കണോണ്ട് നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, നീ എന്തെങ്കിലും കുതന്ത്രങ്ങളൊന്നും ആലോചിക്കേ. ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അത് നമുക്ക് നടപ്പിലാക്കാം. ഇനി കുറച്ച് ദിവസം കൂടി നിനക്ക് ഇവിടെ കിടക്കേണ്ടി വരും, എന്തായാലും നിന്നെ ജയിലിൽ കിടത്തിയില്ലേ, അതുകൊണ്ട് ഇനി നമുക്കൊന്നും നോക്കാനില്ല. അതും പറഞ്ഞ് ജലജ പോയിട്ടോ. അബി ഇങ്ങനെ പക മൂത്ത് നോക്കി നിൽക്കുകയാണ്.
ഈ സമയം നമ്മുടെ നവീൻ്റെ അമ്മ ആകെ അലഞ്ഞ് നടക്കണം കേട്ടോ. മോൻ്റെ മനസ്സ് പിടുത്തം കിട്ടണില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ ഉമ്മർത്ത് പോയിരിക്കുന്ന സമയത്ത് അച്ഛൻ വന്നു. അച്ഛ ആനന്ദപുരി തറവാട്ടിലേക്ക് അവൻ പോയിരിക്കണേ, മൂർത്തി സാറേ ഒന്ന് വിളിക്കച്ചാ, എന്നിട്ട് അവൻ്റെ മനസ്സിൽ ആരാണെന്നൊന്നും പിടിച്ചെടുക്കാൻ പറ. അപ്പോൾ മുത്തച്ഛൻ പറയണ്ട കേട്ടോ, ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് കരുതി ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് അവൻ എത്രയായിട്ട് മുന്നേ വിളിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ തന്നെ വിളിക്കാം, ഇതാ ഫോൺ എന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ കൊടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ മൂർത്തി മുത്തച്ഛനാണെങ്കിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ അടിക്കുമ്പോൾ ആരാടോ എന്ന് ചോദിക്കുന്നുണ്ട്. പറയാം നരസിംഹ സാറാ. ഓ അയാൾ കൊച്ചുമോൻ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോൺ എടുത്തിട്ട് നരസിംഹം തൻ്റെ കൊച്ചുമോൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഒപ്പം താനും മോളൊക്കെ കാണുമോ? ഇല്ലടോ, ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ അങ്ങോട്ട് വരാമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ ചിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ. അപ്പോൾ മുത്തച്ഛൻ എന്താണെന്ന് വെച്ചിട്ട് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എടോ ഇവിടെ ആണായിട്ടും പെണ്ണായിട്ടും ഒരാളല്ലേ ഉള്ളൂ. നവീൻ്റെ കാര്യം തന്നെ പറഞ്ഞേ, അവൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് ഒരേ നിർബന്ധത്തിലാണ് അവൻ്റെ അച്ഛനും അമ്മയൊക്കെ. അപ്പം നമ്മുടെ മൂർത്തി മുത്തശ്ശൻ ചിരിച്ചിട്ട് ചോദിക്കുന്നുണ്ടാ, മുത്തച്ഛന് നിർബന്ധമൊന്നുമില്ലേ? അപ്പോൾ ചിരിച്ചിട്ട് നരസിംഹം പറയുന്നുണ്ട്, നമ്മളിപ്പോൾ കേസും വഴക്കൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോൾ വിശ്രമ യുഗത്തിലല്ലേ, അപ്പോൾ ഒന്ന് മുതുമുത്തശ്ശനാവണം എന്നൊക്കെ ഉണ്ട്. പേരക്കുട്ടികളൊക്കെ കൊഞ്ചിക്കേണ്ട സമയമാടോ. തനിക്കിപ്പോൾ എന്തായാലും അവിടെ ഒരാളുണ്ടല്ലോ, അടുത്ത ആള് ഉടനെ വരികയും ചെയ്യും. അപ്പോൾ ചിരിച്ചിട്ട് മൂർത്തി മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാ താൻ പറയണേ? എടോ അവൻ്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി കിടന്നു കൂടിയിട്ടുണ്ട്. ഇതുവരെ അതാരാണെന്ന് പറയാൻ അവൻ കൂട്ടാക്കണമില്ല. തനിക്കറിയാലോ, അവൻ്റെ അമ്മ തൻ്റെ അടികളായ പെൺകുട്ടികളെ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഇനി അവൻ കണ്ടുവച്ചിരിക്കണത് അങ്ങനെ ആരെങ്കിലും ആണോ എന്ന് അറിയില്ലല്ലോ. അപ്പം മൂർത്തി മുത്തച്ഛൻ പറയണ്ട കേട്ടോ, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളുടെ സ്വഭാവം അങ്ങനെ അളന്ന് നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ. തരക്കേടില്ലെങ്കിൽ മുന്നോട്ട് പോവാം, കുടുംബമാണ് നോക്കേണ്ടത്, പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും. അപ്പം നരസിംഹ മുത്തച്ഛൻ പറയണ്ട, അതൊക്കെ നോക്കിയെടുക്കത്തുള്ളൂ. അവൻ എന്തായാലും കുടുംബത്തിന് ചേരാത്തൊരു ബന്ധത്തിൻ്റെ പിന്നാലെ പോകുമെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പം ഇഷ്ടംപോലെ കേസുണ്ട്, എന്നെക്കാളും എടുക്കനാ. അതുകൊണ്ട് പെൺകുട്ടിക്ക് വലിയ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും വിദ്യാഭ്യാസമുള്ളൊരു പെൺകുട്ടിയെ ഇല്ലാത്തൊരു പെൺകുട്ടിയെ അവൻ സെലക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. അത്യാവശ്യം അവനും പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മുടെ മൂർത്തി മുത്തച്ഛൻ പറയണ്ട, എന്ന് വെച്ചാൽ അവൻ്റെ സുഹൃത്തും എൻ്റെ കൊച്ചുമോനുമായ എനിക്ക് പറ്റിയ അബദ്ധം അവന് പറ്റില്ല എന്നർത്ഥം. അപ്പോൾ മറ്റേ മുത്തച്ഛൻ പറയണ്ട, അങ്ങനെ പറ്റില്ല എന്നാണ് വിശ്വാസം. അപ്പോൾ മൂർത്തി മുത്തച്ഛൻ പറയണ്ട, അവൻ എന്തായാലും ഇങ്ങോട്ടല്ലേ വരുന്നത്, ഞാൻ കാര്യം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവൻ്റെ കാഴ്ചപ്പാട് തെറ്റില്ലെന്ന് തനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കുറച്ച് തൻ്റെടിയാണെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കണോ. ആദ്യം താൻ പെണ്ണാരാണെന്നൊന്നും അറിയേ. ശരി എന്നിട്ട് നമ്മുടെ മുത്തച്ഛൻ ഫോൺ വെച്ചു. എന്നിട്ട് ചിരിച്ചിട്ട് മുത്തച്ഛയോട് പറയുന്നുണ്ട്, നവീൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയുണ്ട്, അതാരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എന്നാ നരസിംഹം പറയണേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അപ്പോൾ പെൺകുട്ടീനെ നവീൻ കണ്ടുവെച്ചു അല്ലേ? അതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നവീൻ നമ്മളെ കേസിൽ നിന്ന് രക്ഷിച്ചോണ്ടേ അവൻ്റെ കല്യാണം മുന്നിട്ട് നിന്ന് നടത്തണം എന്നാ ഇവിടെ എല്ലാവരും തീരുമാനിച്ചിരിക്കണേ. ഈ വീട്ടിൽ നിന്ന് ഒരാൾ ഒഴിയാണ്ടേ, അതുകൊണ്ട് അപ്പം ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്ന കാര്യം ഉറപ്പാ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. പിന്നെ ജലജടി അവളുടെ മോളുടെയും മരിയോളുടെയും കാര്യമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പം മുത്തച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ വേണമല്ലോടോ, നമ്മളെല്ലാവരും തലേ ദിവസം മുതൽക്കാൻ സഹകരിക്കേണ്ട ഒരു കല്യാണം അത്. അതുപോലെ ഒരു നല്ല കാര്യമാണ് നവീൻമോൻ നമുക്ക് വേണ്ടി ചെയ്തത്. അതിന് അവനെടുത്ത കഠിനാധ്വാനത്തിന് അർഹിക്കുന്ന പ്രതിഫലമൊന്നും അവൻ വാങ്ങിയിട്ടുമില്ല. എത്ര നിർബന്ധിച്ചിട്ട് അവൻ വേണ്ടെന്നാ പറയണേ. പിന്നെ അതിനുള്ള പരിഹാരം അവൻ്റെ കല്യാണത്തിന് ചെയ്യണം. പെൺകുട്ടിക്ക് ഇടാനുള്ള മാലയടക്കമുള്ള സ്വർണം ആദർശ് സ്പോൺസർ ചെയ്യാന്നാ പറഞ്ഞിരിക്കണേ. അത് വേണം എന്ന് പറയണ്ടേട്ടോ മുത്തശ്ശൻ പറയണ്ട്, ഓവർ സ്മാർട്ടായ പെൺകുട്ടികളൊന്നും വേണ്ടെന്നാ നവീൻ്റെ അമ്മയുടെ അഭിപ്രായം. അപ്പോൾ മുത്തശ്ശി ചിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മമാരടഞ്ഞിരുന്ന കാര്യങ്ങൾ നടക്കില്ലല്ലോ എന്ന് പറയണ്ട് മുത്തച്ഛൻ. എന്നിട്ട് പറയുന്നുണ്ട്, ആദ്യം അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാന്ന് ഞാൻ നോക്കട്ടെ. അപ്പോൾ അനിയാണ് ഈ ഉമ്മർ തന്നെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നവീൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചിരിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും നയനി ഓടി വരുന്നുണ്ട്. അപ്പോൾ നവീൻ വന്ന് ചിരിച്ചിട്ട് പറഞ്ഞിട്ടോ, ഒരുപാട് പാർട്ടി നടത്തിയതാ, അതിൻ്റെ കൂടെ ഇതൊന്നും ആവശ്യമില്ലായിരുന്നു, ഇത് നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ചോദിക്കണ്ട കേട്ടോ അനി. അപ്പോൾ നവീൻ ചോദിക്കുന്നു, ഞാനിതിന് മുമ്പ് ഇവിടുന്ന് ആഹാരം കഴിച്ചിട്ടാണല്ലോ, എങ്കിലേ അതിന് ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. എന്നിട്ട് അനി പറയണ്ട കേട്ടോ, എടുത്തി ഇവൻ ഇവിടെ വന്ന് താമസിച്ചിട്ടൊക്കെ ഉണ്ട്. ആദർശേട്ടനത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നയന ചോദിക്കണ്ടോ, നവിയായിട്ടുള്ള ഡിവോഴ്സ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി അടുത്ത കോടതി കൂടുമ്പോൾ അവൾ എന്തെങ്കിലും കുരുക്കുണ്ടാക്കുമോ? അപ്പോൾ ചോദിക്കണ്ടോ, എന്ത് കുരുക്കുണ്ടാക്കാൻ അവള് ഒരു മെന്റൽ പേഷ്യൻ്റ് ആണെന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതല്ലേ, പിന്നെ ഇനി എനിക്കൊന്ന് റീത്തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം മാറ്റി വെച്ചു എന്ന് മാത്രം, അതും ഒന്നിച്ച് ജീവിക്കണമെന്ന് അനമിക പറഞ്ഞുകൊണ്ട് മാത്രം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നയനം നോക്കുന്നുണ്ട് അനീനെ. എന്നിട്ട് പറയണ്ട, അതേ അപ്പോഴേ പാചകത്തിലിരിക്കണവരെ ഞാൻ അറിയിക്കട്ടെ, നവീൻ വന്ന് വരും. അപ്പോൾ നവീൻ പറയണ്ടോ, അങ്ങനെ കൂടുതൽ ഒരുക്കങ്ങളൊന്നും വേണ്ട കേട്ടോ. അപ്പം അനി ചോദിക്കണ്ടേടാ, നിന്നെ ഊണിന് ക്ഷണിച്ചിട്ട് ഇവിടെ എന്നുണ്ടാക്കണം തന്നു കഴിഞ്ഞാൽ അത് ശരിയാകൂ? നിന്റെ ഇഷ്ടങ്ങളൊക്കെ വല്യമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം, അതനുസരിച്ചാ ഇന്നിവിടെ എല്ലാം ഉണ്ടാക്കിയിരിക്കണേ. അല്ല നവീൻ എന്താ കുടിക്കാൻ വേണ്ടേന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പം അനി ചോദിക്കുന്നുണ്ട്, ഓണ് സമയമായില്ലേ എടുത്തി, അതനുസരിച്ചല്ലേ വന്നത്, ഊണ് കഴിച്ചിട്ട് നല്ല പച്ചമോര് കൊടുക്കാം, അത് മതി എന്ന് പറഞ്ഞിട്ട് നവീൻ. അപ്പം നവീൻ വന്നു കൊണ്ട് അകത്തേക്ക് കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതിനിടയ്ക്ക് വേണ്ടിട്ടാ, നിന്റെ മുത്തശ്ശിയില്ലേ ചോദിക്കുന്നുണ്ട്. ഉണ്ട്, നീ വന്നെന്ന് ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം, നീ അകത്തേക്ക് വാ. അങ്ങനെ നവീൻ വന്നോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് നാളെ വീണ്ടും വരാം. ഓക്കെ ബൈ.